യാത്ര ചെയ്യണമെന്ന് ഞാൻ മരിക്കുന്നവരെ എൻ്റെ യാത്രയുടെ എന്നുള്ള പ്രാന്ത് തീരില്ല. 10 ദിവസം യൂറോപ്പ് പോയി, പിന്നെ സിംഗപ്പൂർ മലേഷ്യ 7 ദിവസം പോയി, ഡൽഹി ആഗ്ര ജയ്പൂർ 7 ദിവസം പോയി, ലണ്ടൻ 15 ദിവസം പോയി, 15 ദിവസം പോയി, പിന്നെ അമേരിക്ക 15 ദിവസം പോയി. നയാഗ്രയുടെ ഒക്കെ കാഴ്ചകൾ എപ്പോഴും ഇങ്ങനെ മനസ്സിലാവും. വേറെ എവിടെ ഏതെങ്കിലും പേപ്പർ തന്നെ ഏതെങ്കിലും ഒരു അരുവി കാണുന്ന ഓ നയാഗ്ര എന്താ. ഇപ്പൊ ലാസ്റ്റ് പോയത് ലോസ് വെഗാസിലാണ്, പാലത്തിന് മുകളിൽ. അതൊക്കെ പോകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഇനി അവിടെ കയറാൻ തോന്നുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഭയങ്കര ഒരു ഇതാണത്. ഉള്ള പൈസ മുഴുവൻ മക്കൾക്ക് കൊടുക്കണമെന്നില്ലല്ലോ. അല്ലെ, നമ്മള് മക്കൾക്ക് കൊടുക്കാൻ ചിന്തിച്ചിരുന്നതായിരുന്നു. നമുക്ക് എന്തെങ്കിലും സന്തോഷം വേണ്ട. അപ്പൊ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ബർത്ത്ഡേ കേക്ക് മുറിച്ച് അത് ലണ്ടനിൽ വെച്ച് ആഘോഷിക്കാൻ സാധിച്ചത്. നമ്മളിപ്പോ ഉള്ളത് എറണാകുളം ഇരുമ്പനം ചിത്രപ്പുഴയ്ക്ക് അടുത്തുള്ള ഒരു പലചരക്ക് കടയുടെ മുമ്പിലാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പലചരക്ക് കട നടത്തി കിട്ടുന്ന വരുമാനം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കരുതുന്നത്. ഒരു ഫാമിലി വലിയ കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റുന്നതായിരിക്കും അല്ലെ. പക്ഷേ ഒരു പലചരക്ക് കട നടത്തി അതിന്റെ വരുമാനം കൊണ്ട് 12ഓളം രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങി വന്ന ഒരു വീട്ടമ്മയെ കാണാനാണ് നമ്മളിത് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആളെ പരിചയപ്പെട്ടാലോ? സാധാരണ നമ്മുടെ നാട്ടിലൊരു വീട്ടമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയ ഒരു കാര്യമാണ് ചെയ്ത് കാണിച്ചത്. ഇത്രയും രാജ്യങ്ങൾ പോയിട്ട് കറങ്ങി വന്നു. എത്ര രാജ്യങ്ങൾ കണ്ടു ശരിക്കും? 10 ദിവസം യൂറോപ്പ് പോയി, പിന്നെ സിംഗപ്പൂർ മലേഷ്യ 7 ദിവസം പോയി, ഡൽഹി ആഗ്ര ജയ്പൂർ 7 ദിവസം പോയി, ലണ്ടൻ 15 ദിവസം പോയി, 15 ദിവസം പോയി, പിന്നെ അമേരിക്ക 15 ദിവസം പോയി. ഓക്കെ, അപ്പൊ ഇത്രയും സ്ഥലങ്ങൾ കണ്ട് തിരിച്ചു പോകുന്നു. അപ്പൊ ആ ഒരു സമയത്ത് അതൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം, ഒരു ധൈര്യം എന്തായിരുന്നു? ധൈര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ പോണ ആളുകൾക്ക് മനുഷ്യരാണല്ലോ പോണ. അപ്പൊ അതുകൊണ്ട് ഞാൻ അറിയില്ലാത്ത ആദ്യം ഒരു ട്രിപ്പ് പോയപ്പോൾ ഉള്ള ആളുകൾ അറിയണവരുള്ളൂ. പിന്നത്തെ പ്രാവശ്യം പോയപ്പോൾ നമ്മളിങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, സമയമാകുമ്പോൾ അവർ വിളിക്കും. അപ്പൊ ഞങ്ങള് ചെല്ലുമ്പോൾ നമ്മൾ ഒരിക്കലും കാണാത്ത ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെ റൂം ഷെയർ ചെയ്യാൻ തന്നെ. പക്ഷെ എന്നാലും നമ്മൾ അവരായിട്ട് നേരത്തെ മുതൽ പോകുന്നതിന് 1 മാസം മുമ്പ് മുതൽ അവരായിട്ട് ഫോണിൽ കൂടി സംസാരിച്ച് നമ്മൾ അങ്ങനെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കും അവരായിട്ട്. യാത്രയിൽ കൂടെ അവരൊക്കെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാറും. ഇപ്പോഴും ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പുതിയ യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? യാത്ര ചെയ്യണമെന്ന് ഞാൻ മരിക്കുന്നവരെ എൻ്റെ യാത്രയുടെ എന്നുള്ള പ്രാന്ത് തീരില്ല. യാത്ര പോവും. ഇന്ത്യയിൽ ഇനി 2-3 സ്ഥലമല്ലേ, ഡൽഹി ആഗ്ര ജയ്പൂരല്ലേ പോയിട്ടുള്ളൂ. ഇനി എനിക്ക് ഭയങ്കര നേപ്പാള്, പഞ്ചാബ്, ഹിമാചൽ ഒക്കെ പോകണമെന്നുണ്ട്. ഇവിടെയൊക്കെ പോകണം, അവിടെ പോകണമെന്നുണ്ട്. അപ്പൊ സാധാരണ ഇപ്പൊ മോളി ചേച്ചിക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 61 വയസ്സായി. അപ്പൊ നമ്മൾ ഈ പ്രായം കൂടുമ്പോ ഇങ്ങനെ ഹിമാലയത്തിലൊക്കെ പോവാ, ഹിമാചലിലൊക്കെ പോവാ കുറച്ച് ബുദ്ധിമുട്ടാന്നൊക്കെ ആൾക്കാരൊക്കെ ചുറ്റും പറയുകയൊക്കെ ചെയ്യില്ലേ? ഞങ്ങള് ഇവിടെ മൂന്നാറ്, ഇവിടെ ഞങ്ങളുടെ ഇവിടെ അസോസിയേഷൻ പോയപ്പോ സൂയിസൈഡ് പോയിന്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. പിന്നെ ഇല്ലിക്കൽ കെട്ട്, അവിടെയൊക്കെ വെച്ചാൽ കേറാൻ ഭയങ്കര പാടാ അവിടെയൊക്കെ. പക്ഷെ ഈ സൂയിസൈഡ് പോയിന്റ് എത്ര ഇറങ്ങി അങ്ങ് പോയിട്ടില്ലേ. പക്ഷെ അവിടെയൊക്കെ ഞാൻ പോയി. എന്റെ വായുള്ള ആരും കയറില്ല. പക്ഷെ ഞാൻ ഞങ്ങളുടെ കൂടെ ഉള്ള പിള്ളേരോട് വാ വിളിച്ചിട്ട് നമുക്ക് വന്നു അവരുടെ കൂടെ ഞാൻ കയറിപ്പോയി അവിടെയൊക്കെ.